അപ്പോൾ ഇന്ന് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ 7 ദിവസം കൊണ്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ, ജിമ്മായാലും ശരി, യൂട്യൂബ് ആയാലും ശരി, അതേപോലെ തന്നെ പഠിക്കുന്ന എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കുന്നതായാലും ശരി, ഇതെല്ലാം നമ്മൾ തുടങ്ങും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മളിതെല്ലാം അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷെ മിക്കവാറും നമ്മൾ നിർത്തുന്നത് തോറ്റിട്ടല്ല, നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലേ. ഈ വീഡിയോ ആരെയും മോട്ടിവേറ്റ് ചെയ്യാനുള്ളതല്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ പല കാര്യങ്ങളും തുടങ്ങി, പക്ഷേ പല കാര്യങ്ങളും പൂർത്തിയാക്കിയില്ല, പകുതി വഴി ഇട്ടിട്ട് ഓടെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നാളെ പിന്നെയും ഈ വീഡിയോ ഓൺ ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്യുക. എനിക്കിത് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ടായി. എല്ലാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഞാൻ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കുറച്ച് കുറഞ്ഞു. ആദ്യം എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസം വേണം. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങി, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഹായ്, അങ്ങനെ നമ്മൾ റഷ്യൻ ബുക്ക് ഗീവ് അവേ ചെയ്യാൻ സമയമായി. നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത റഷ്യൻ ഭാഷ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കമൻറ്റ് ചെയ്ത ആളാണിത്, ഗീവ് അവേ ചെയ്യണം. അനർഗയെ പറ്റി പറയും. I am Anarga, Niasinte subscriber ആണ്. Actually, I am really excited to read this book. നല്ല വീഡിയോസ് ഒക്കെ, നിയാസിൻ്റെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം ഇൻസ്പയറിംഗ് ആണ്. ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണ്. മേ ബി ലൈക്ക് പ്രൊഡക്റ്റീവായ കാര്യം ഒരു വീഡിയോ കൂടെ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് കുറവാണ്. അപ്പോൾ ലൈക്ക് ഐ വിഷ് നിയാസ് വെരി ബെസ്റ്റ്. എന്തായാലും ഞാൻ ഇത് വായിച്ചിട്ട് ഒരു റിവ്യൂ, മേ ബി ലൈക്ക് നിയാസിൻ്റെ വ്ളോഗ് എത്ര ദിവസമാണ് ചലഞ്ച്, അത് ഏതെങ്കിലും ഒരു പീരീഡിൽ ഞാൻ ചിലപ്പോൾ ഇതിന്റെ റിവ്യൂ പറയും. ഇതില് ഒരു വരി ഇട്ട് ഇംഗ്ലീഷില്. ഓക്കേ, എനിവേ ഐ ലൈക്ക് ട്രാൻസ്ലേറ്റ്. അപ്പോൾ സമയം രാത്രി 10 മണിയായി. ഞാൻ ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. അനർഗ ഗീവ് അവേ ചെയ്തു ബുക്ക്. അപ്പോൾ അനർഗ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി വായിക്കുന്ന ഒരാളാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളിക്കാരിക്ക് ഗീവ് അവേയുടെ കമൻറ്റ് ചെയ്ത് ബുക്ക് വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, എനിവേ താങ്ക് യു അനർഗ എന്നെ സപ്പോർട്ട് ചെയ്തതിന്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അവരാണ് വീഡിയോസൊക്കെ കാണുന്നത്. അവരെന്നെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഗൈസ്, നിങ്ങളുടെ അടുത്ത് താങ്ക്സ്. പിന്നെ ഞാൻ ഇന്ന് 3ാമത്തെ റൂൾ ഫോളോ ചെയ്യുന്നില്ല. അതായത് 1 മണിക്കൂർ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മളെ ഗോളിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കാര്യം ഞാൻ ഇന്ന് ഫോളോ ചെയ്യുന്നില്ല. കാരണം ഞാൻ കരാട്ടയ്ക്ക് ഇപ്പോൾ ക്ലാസ്സിന് പോയി 2.5 മണിക്കൂറാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നല്ല ടയേർഡായി. അപ്പോൾ ഇനിയുള്ള കരാട്ടയുള്ള ദിവസങ്ങൾക്ക് മാക്സിമം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉള്ള ദിവസങ്ങളിൽ മാക്സിമം മോർണിംഗ് ഷിഫ്റ്റിൽ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അടുത്ത ദിവസങ്ങളിലൊക്കെ. പക്ഷേ എനിക്കിന്ന് റിഗ്രറ്റ് ഇല്ല, കാരണം ഞാൻ അത്യാവശ്യം ഇന്ന് നല്ലോണം പല കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്തായിരുന്നു, വേറെ കുറച്ച് കാര്യങ്ങളിൽ. അപ്പോൾ ഓക്കെ, ബൈ, ഇത്രയേ ഉള്ളൂ.